അസുരപ്രണയം. രചന രുദ്രാംശി പാർവതി. അവതരണം അഷിക. ഓഫീസിലേക്കുള്ള യാത്രയിലാണ് വേദ. സിഗ്നൽ കഴിഞ്ഞ് മുന്നോട്ട് പോയപ്പോഴാണ് തനിക്ക് പിന്നിലായി പതിയെ വരുന്ന ഒരു വാൻ കണ്ടത്. ഗാർഡ്സ് ആയിരിക്കും. അവൾ പെട്ടെന്ന് അങ്ങനെയാണ് ചിന്തിച്ചത്. പിന്നെയും അവൾ മുന്നോട്ട് പോയി. കുറച്ചു കഴിഞ്ഞതും ആ വാനിനൊപ്പം വേറെ കുറെ കാറുകൾ കൂടി വന്നു. വേദയുടെ ഉള്ളിൽ ഒരു വെള്ളരി വെട്ടി. അവൾ വണ്ടിയുടെ സ്പീഡ് കുറച്ച് കൂട്ടി. ഹൈവേയിൽ നിന്ന് കയറിക്കഴിഞ്ഞ് വൺ വേ കൂടിയാണ് ഇപ്പോൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ വണ്ടികളും തിരക്കുകളും കുറവായിരുന്നു. അവൾക്ക് ഭയം തോന്നി. ഇന്നലെ അർജുൻ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞതിന്റെ പൊരുൾ അവൾക്ക് കൃത്യമായി മനസ്സിലായ സമയമായിരുന്നു അത്. വേദ ആകുന്നതിലും സ്പീഡിൽ വണ്ടി ഓടിച്ചു. പക്ഷെ അതിനെ വിപുലമാക്കിക്കൊണ്ട് അവൾക്ക് മുന്നിലേക്ക് ഒരു കാർ കൊണ്ടുവന്ന് നിർത്തി. വേദ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ച് വണ്ടി നിർത്തിക്കൊണ്ട് ആ കാറിലേക്ക് ഉറ്റുനോക്കി. നെഞ്ചിരിപ്പ് എന്തിനോ കൂടുന്നു. നിമിഷ നേരം കൊണ്ട് പിന്നിൽ വന്ന വാൻ നിൽക്കുകയും അതിലുണ്ടായിരുന്ന 3-4 പേരെ വേറെ ഒരു വാനിൽ വന്നവർ പിരിച്ചവരുടെ വണ്ടിയിൽ കയറ്റുകയും ചെയ്തു കഴിഞ്ഞു. വേദ ഒരു പകപ്പോടെയാണ് എല്ലാം കണ്ടു നിന്നത്. അവളുടെ കൈകാലുകളിലെ വിറയൽ അപ്പോഴും മാറിയിട്ടില്ലായിരുന്നു. വണ്ടിയെടുത്ത് അവിടെ നിന്ന് പോകണമെന്ന് തോന്നിയെങ്കിലും ഒന്നും ചെയ്യാൻ കഴിയാതെ അവൾ അത്രയും ഭയന്നിരുന്നു. പിന്നിലെ വാൻ അവരെയും കൊണ്ട് അവളെ കടന്നുപോയതും മുന്നിൽ നിർത്തിയ കാറിൽ നിന്നും അവൻ ഇറങ്ങി. അവനെ കണ്ടതും അവളുടെ ഉള്ളിൽ തണുപ്പ് വീണു. വേദ മറ്റൊന്നും ആലോചിക്കാതെ വണ്ടിയിൽ നിന്നിറങ്ങി അവന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് അവനെ മുറുക്കി കെട്ടിപ്പിടിച്ചു. അവൻ അങ്ങനെ തന്നെ നിന്നു. അവളുടെ ശരീരത്തിൽ നിന്നും വിറയൽ അപ്പോഴും വിട്ടുമാറിയിട്ടില്ലായിരുന്നു. വേദ! അവന്റെ ശബ്ദത്തോടൊപ്പം ഒരു കൈ അവളെ ചേർത്ത് പിടിച്ചു. ദേവേട്ട! അവൾ അവന്റെ നെഞ്ചിൽ നിന്ന് മുഖമുയർത്തി അവനെ നോക്കി. അർജുനൊന്നും പറയാതെ അവളെ വിട്ടു. കേറും, അവൻ പറഞ്ഞത്. വേദ അവനെ തന്നെ ഒരു നിമിഷം നോക്കി. പിന്നെ തിരിഞ്ഞ് വണ്ടിയിൽ നിന്നും ഫയലും അവളുടെ ബാഗും എടുത്തുകൊണ്ട് അവന്റെ കാറിൽ കയറിയിരുന്നു. അർജുൻ അവന്റെ കൂടെ വന്ന ഒരാളെ നോക്കി. അയാളപ്പം തന്നെ വേദയുടെ വണ്ടി എടുത്തു. അർജുൻ കയറിയതും അവരുടെ കാർ അവിടെ നിന്നും നീങ്ങി. അവർ നേരെ പോയത് ആദ്യം വേദയും അർജുനും താമസിച്ചിടത്തേക്കായിരുന്നു. അവിടേക്ക് കാലുകുത്തുമ്പോൾ ഓർമ്മകൾ അവളെ വരിഞ്ഞു മുറുക്കി. അവളുടെ ചെന്നിയിൽ നിന്നും വിയർപ്പുകൾ ഒഴുകി. അർജുൻ അവളെ ഒന്ന് നോക്കി അകത്തേക്ക് കയറിയതും പിന്നാലെ വിറച്ച് വിറച്ച് അവളും ചെന്നു. വേദ അകത്തേക്ക് കയറിയപ്പോൾ അവൻ മുകളിലേക്ക് പോകുന്നുണ്ടായിരുന്നു. ഹാളിലെ സോഫയിൽ തന്നെ ബാഗും ഫയലും എല്ലാം വെച്ച് അവൾ കിച്ചണിലേക്ക് പോയി. ഫ്രിഡ്ജ് തുറന്നു അതിൽ നിന്നും വെള്ളമെടുത്ത് അവൾ കുടിച്ചു. എന്തൊക്കെയാ സംഭവിച്ചേ? ആരാ അവരൊക്കെ? അവൾക്ക് ആലോചിച്ചിട്ട് മനസ്സിലായില്ല. ദേവേട്ടൻ വന്നില്ലായിരുന്നെങ്കിൽ? വേദ ചിന്തിച്ചുപോയി. അവളൊന്ന് നിശ്വസിച്ചുകൊണ്ട് തലയൊന്ന് കുടഞ്ഞ് ഒരു കോപ്പി ഉണ്ടാക്കി മുകളിലേക്ക് പോയി. എന്തിനാ ഇവിടേക്ക് വന്നത്? ഇപ്പൊ ചെന്നാ ഇഷ്ടമാവോ? മുകളിലേക്ക് കയറവേ അവൾ സ്വയം ആലോചിച്ചു കൂട്ടി. തുറന്നു കിടക്കുന്ന റൂം വാതിക്കൽ നിന്ന് അവളൊന്ന് നോക്കി. ബാൽക്കണിയിൽ നിന്നും സിഗരറ്റിന്റെ സ്മെൽ കിട്ടിയതും അവളൊന്ന് ഭയന്നു. നല്ല ദേഷ്യം വരുമ്പോഴും ടെൻഷൻ വരുമ്പോഴുമാണ് അവൻ കൂടുതൽ സിഗരറ്റ് വലിക്കുന്നത്. ദേഷ്യമായിരിക്കും. വേദ കപ്പിൽ മുറുക്കെ പിടിച്ച് അകത്തേക്ക് കയറി ബാൽക്കണി ഡോറിനടുത്ത് ചെന്ന് നിന്നു. കോഫി. ഉള്ളിലെ ഭയം അവളുടെ സ്വരമിടറി. അർജുൻ അവളെ ഒന്ന് നോക്കി അത് വാങ്ങി ടേബിളിൽ വെച്ചു. വേദ അവനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അവിടെ നിന്നും തിരിഞ്ഞു നടന്നു. വേദ! അവന്റെ സ്വരം കടുത്തു. വേദ നിന്നുകൊണ്ട് പതിയെ തിരിഞ്ഞു നോക്കി. ക്ലോസ് ദ ഡോർ, അവൻ പറഞ്ഞത്. അവളുടെ നെഞ്ചിരിപ്പ് ഉയർന്നു. കൈകൾ തണുത്തുറഞ്ഞു. ചെയ്യ്, അവൻ ഒന്നുകൂടെ പറഞ്ഞത്. അവൾ ഡോറ് പോയി അടച്ചു വന്നു ബാൽക്കർ ഡോറിനടുത്തായി നിന്നു. അർജുൻ കൈയിലെ സിഗരറ്റ് നിലത്തേക്ക് ഇട്ട് കാലുകൊണ്ട് ചവിട്ടി അരച്ചു. പിന്നെ പാഞ്ഞു വന്നു അവളെ പിടിച്ച് ചുവരിനോട് ചേർത്ത് നിർത്തി അവൾക്ക് മേലെ അമർന്നു നിന്നു. ഇന്നെന്താ സംഭവിച്ചെന്നറിയോ നിനക്ക്? അവൻ അവളുടെ കുനിഞ്ഞ മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് ചോദിച്ചു. വേദ അവനെ നോക്കാതെ കണ്ണടച്ചില്ലെന്ന് പോലെ തലധരിപ്പിച്ചു. ഇന്ന് നടന്നത് നിന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ്. ഇനിയും ഇങ്ങനെ ഉണ്ടാവും, അവൻ പറഞ്ഞു. അവളോട് ചേർന്ന് നിൽക്കുന്ന അവന്റെ നെഞ്ചിൽ അവളുടെ ഉയർന്ന നെഞ്ചിരിപ്പ് അവൻ അറിഞ്ഞു. എപ്പോഴും ഞാൻ കാണില്ല വേദ. ഇനി നീ തന്നെ നിന്നെ സംരക്ഷിക്കണം. അവരിൽ നിന്ന് ഓടി ഒളിക്കാൻ നിനക്ക് കഴിയില്ല. എതിർത്ത് നിൽക്കണം. ഉള്ളിലെ ഭയം കണ്ണുകളിൽ കൊണ്ടുവരാതെ അവർക്ക് നേരെ നിൽക്കണം, അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ ചുവന്നു കയറിയ മുഖത്തേക്ക് നോക്കി. മിഴിയെയും ഞാൻ നിന്നെ ഏൽപ്പിച്ചു പോകുന്ന കമ്പനിയെയും സംരക്ഷിക്കാൻ നിനക്ക് കഴിയുമോ? അവൻ ചോദിച്ചു. വേദ അങ്ങനെ തന്നെ നിന്നു. ഇത്രയും അടുത്ത് നിൽക്കുന്ന അവന്റെ സാമീപ്യം അവളെ തളർത്തിക്കളഞ്ഞു.
അർജുൻ അവളുടെ കവളിൽ കൈമുറുക്കിയതു. വേദന കൊണ്ട് അവളുടെ മുഖം ചുളിഞ്ഞു. കണ്ണുനീർ പൊടിഞ്ഞെങ്കിലും പുറത്തേക്ക് ഒഴുക്കാൻ വിടാതെ അവൾ പിടിച്ചു നിന്നു. മുഖത്തേക്ക് നോക്കടി, അവൻ മുരണ്ടു. വേദ കണ്ണു വെട്ടി തുറന്നവനെ നോക്കി. അവന്റെ കണ്ണിലെ ദേഷ്യം, പക എല്ലാം അവൾ അടുത്ത് കണ്ടു. ദേവേട്ട, എനിക്ക് എനിക്ക് പേടിയ, ഞാനിങ്ങനെ, അവൾ വിറയലോടെ പറഞ്ഞു. അർജുൻ അവളെ വിട്ടു മാറി തിരിഞ്ഞു നിന്ന് ചുവരിൽ ആഞ്ഞിടിച്ച്. കരയരുത്, അവളുടെ ഏങ്ങൽ ഉയർന്നതും അവൻ അങ്ങനെ നിന്നുകൊണ്ട് പറഞ്ഞു. വേദമുഖം പെട്ടെന്ന് അമർത്തി തുളച്ച് വാ കൈകൊണ്ട് പൊത്തി. സമയം കടന്നുപോയി. രണ്ടുപേരും അങ്ങനെ തന്നെ നിന്നു. ദേവേട്ട, വേദ അവന് തൊട്ടടുത്തായി ചെന്ന് വിളിച്ചു. അങ്ങനെ വിളിക്കരുത് വേദ. ഉടനെ അവന്റെ താക്കീതുമെത്തി. എനിക്ക് അങ്ങനെ വിളിക്കാനേ കഴിയും. ഞാൻ നിങ്ങളെ ഇപ്പോഴും പ്രണയിക്കുന്നു. എനിക്കറിയാം എന്തിനാ എന്നെ ഇങ്ങനെ അകറ്റി നിർത്തുന്നത്. പക്ഷെ കൊതിച്ചു പോകുക, ആഗ്രഹിച്ചു പോകുക. എന്നെ ഒന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിലും. ദേഷ്യമായിരുന്നു എന്റെ മനസ്സും എന്റെ ശരീരവും നോവിച്ച് ദേവേട്ടനോട് ദേഷ്യമായിരുന്നു. പക്ഷെ അതിനു മുകളിൽ നിങ്ങളോടുള്ള എന്റെ പ്രണയം എന്നെ തോൽപ്പിച്ചു. എന്നെ ഒന്ന് ചേർത്ത് പിടിച്ചൂടെ? ഒന്നും ആവശ്യപ്പെടില്ല. ഒന്ന് സ്നേഹത്തോടെ നോക്കിക്കൂടെ? ഒരു വാക്ക് എന്നോട് മിണ്ടിയാൽ മതി. എനിക്ക് അത്രയും ഇഷ്ടമാണ്. ഭ്രാന്ത് തോന്നുന്നു നിങ്ങളോട്. എന്നെ ഒന്ന് മനസ്സിലാക്കൂ ദേവേട്ട. വേദ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കരഞ്ഞുപോയി. അർജുൻ കൈ മുഷ്ടി ചുരുട്ടി പിടിച്ചുകൊണ്ട് അങ്ങനെ തന്നെ നിന്നു. അവന് ദേഷ്യവും സങ്കടവും വന്നുപോയി. വേദമുഖം പൊത്തിക്കരഞ്ഞുകൊണ്ട് നിലത്തേക്ക് ഇരുന്ന് വിങ്ങി വിങ്ങിക്കരഞ്ഞു. എനിക്ക് നിങ്ങളെ ഉള്ളൂ. നിങ്ങളെ മാത്രമേ സ്നേഹിക്കാൻ പറ്റൂ. നിങ്ങളിൽ വേദയുടെ സന്തോഷവും ദുഃഖവുമല്ല. എന്നെ ഇനിയും അവഗണിക്കില്ല ദേവേട്ട. സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക്. അവളുള്ളിലെ സങ്കടം പുറത്തേക്ക് ഒഴുക്കി വിട്ടു. അർജുൻ എല്ലാം കേട്ടുകൊണ്ട് തിരിഞ്ഞു നോക്കാതെ അങ്ങനെ നിന്നു. തന്റെ ലക്ഷ്യം, തനിക്ക് ചുറ്റുമുള്ള ശത്രുക്കളെ എല്ലാം അവനെ അവളിൽ നിന്നും പിന്നിലേക്ക് വിളിച്ചു. പ്രണയം ഉള്ളു നീട്ടി വരിഞ്ഞു കീറി ഹൃദയത്തെ മുറിക്കുന്നത് അവൻ അറിഞ്ഞു. അവളെ ചേർത്ത് പിടിക്കാൻ, നീ എന്റെയാണെന്ന് പറയാൻ മനസ്സും കൈകളും ധൃതി കൂട്ടി. അവൻ കണ്ണു മുറുക്കി അടച്ച് മനസ്സ് ശാന്തമാക്കാൻ ശ്രമിച്ചു. അവൾക്ക് മുന്നിൽ താൻ തോറ്റുപോകുമെന്നറിഞ്ഞിട്ടും. സമയം കടന്നുപോയി. അവളെ തിരിഞ്ഞു നോക്കാൻ അവനെ മുഖമുയർത്തി നോക്കാൻ അവളോ ശ്രമിച്ചില്ല. ഇത്രയും അടുത്തുണ്ടായിരുന്നിട്ടും ദൂരമായതുപോലെ അവർ അങ്ങനെ സമയം മുന്നോട്ട് നീക്കി. അവന്റെ ഉള്ളിൽ തനിക്കൊരു സ്ഥാനവുമില്ലെന്ന് അവൾക്ക് തോന്നി. അവളോട് അവനൊരു ഫീലിങ്സും ഇല്ലെന്ന് അവൾക്ക് തോന്നി. വീണ്ടും ഒരു വിഡ്ഢിവേഷം കിട്ടുന്നവളാണെന്ന് തോന്നി. അവളിൽ വീണ്ടും നോവുണർത്തി. കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. കരച്ചിൽ ചീലുകൾ അവളിൽ നിന്നും പുറത്തേക്ക് വന്നു. നിർത്തടി, ഞാൻ ഒരു വട്ടം പറഞ്ഞു കരയരുതെന്ന്. അർജുന്റെ ഉള്ളിലെ പിരിമുറുക്കം ദേഷ്യമായി പുറത്തു വന്നത് അവൻ അവളുടെ മുടിയിൽ പിടിച്ച് വലിച്ചെഴുന്നേൽപ്പിച്ചു ചീറി. അവന്റെ ദേഷ്യത്തിൽ അവൾ ആലില പോലെ നിന്ന് വിറച്ചു. നിനക്ക് എന്താ വേണ്ടത്? എന്നെയാണോ നിനക്ക് വേണ്ടത്? പറയടി, ആണോ? അവൻ വീണ്ടും അലറിയത്. പേടികൊണ്ട് വിറച്ചിട്ട് അവളാണെന്ന് തലയാട്ടി. അർജുൻ അവളുടെ മുടിയിൽ നിന്നും കൈയെടുത്ത് പിൻകഴുത്തിലായി മുറുക്കി പിടിച്ച് അവളുടെ കുനിഞ്ഞ മുഖം ഉയർത്തി. നീ മരിക്കാൻ തയ്യാറാണോ വേദ? അവന്റെ മുരൾച്ച പോലുള്ള ശബ്ദം. വേദ കണ്ണു വെട്ടിത്തുറന്ന് അവനെ നോക്കി. ആണോ? മരിക്കാൻ തയ്യാറാണോ നീ? അവൻ വീണ്ടും ചോദിച്ചതും അവൾ അവനെ ഉറ്റുനോക്കി. അർജുൻ ദേവ് നിനക്ക് സ്വന്തമായാൽ മരണവും നിനക്ക് സ്വന്തമാകും. ഒരു ദിവസം പോയിട്ട് ഒരു മിനിറ്റ് പോലും നീ പിന്നെ ജീവനോടെ ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ മരിച്ചാൽ മതിയെന്ന് തോന്നുന്ന പോലെയായിരിക്കും പിന്നീടുള്ള നിന്റെ ജീവിതം. പറയ്, തയ്യാറാണോ നീ? അങ്ങനെ ഒരു ജീവിതമാണോ നിനക്ക് വേണ്ടത്? അവൻ ചോദിച്ചതും വേദ കണ്ണു മിഴിച്ചവനെ നോക്കി നിന്നു. പറ്റില്ല. നീ അതിന് സമ്മതിച്ചാലും അറിഞ്ഞുകൊണ്ട് ഞാൻ അതിന് അനുവദിക്കില്ല, അർജുൻ പറഞ്ഞുകൊണ്ട് അവളിൽ നിന്നും പിടിവിട്ട് അകത്തേക്ക് നടന്നു. എന്തുകൊണ്ട് അതിന് അനുവദിക്കുന്നില്ല? ഈ പാഴ്ജന്മം അങ്ങനെ തീരട്ടെ എന്ന് കരുതിയാൽ പോരെ? എന്തിനെന്നെ സംരക്ഷിക്കുന്നു? ഹരിക്കും പിഴിക്കും വേണ്ടിയാണെന്ന് പറയരുത്. അത് നിങ്ങൾ എന്നെ മറ്റുള്ളവരെയും ബോധിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. എനിക്കതറിയണ്ട. സത്യം അറിയണം.
അതും ഈ നാവിൽ നിന്ന്. വേദയുടെ സങ്കടം മറന്ന് അവനോട് ചേരി. അർജുൻ കൈമുഷ്ടി ചുരുട്ടി ദേഷ്യം നിയന്ത്രിച്ചു. പിന്നെ തിരിഞ്ഞ് അവളെ ഒന്ന് തറപ്പിച്ചു നോക്കി. പേടിക്കില്ല ദേവേട്ടനാൻ. ഈ നോട്ടത്തിൽ ഇനിയും വേദ പേടിച്ച് പിന്നോട്ട് നിൽക്കില്ല. ദേവേട്ടൻ പറഞ്ഞില്ലേ അർജുൻ ദേവിനെ മോഹിച്ച് മരണമാണെന്ന്. ആ മരണം പൂർണ്ണ മനസ്സോടെ ഞാൻ സ്വീകരിക്കാം. പക്ഷേ ഈ ഉള്ളിൽ വേദലക്ഷ്മിക്കുള്ള സ്ഥാനം എന്താണെന്ന് എനിക്കറിയണം. വേദ അവന് മുന്നിൽ ചെന്ന് നിന്നു. ആ സമയം അവളിൽ അവനോട് ഒരു തരി പോലും പേടിയില്ലായിരുന്നു. ഇന്നെങ്കിലും തന്നിൽ നിറഞ്ഞിരിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടി അവൾക്ക് വേണമായിരുന്നു. നീ പരിധികൾ ലംഘിക്കുന്നു വേദ. ആ പരിധികൾ ഞാൻ ഉറപ്പായും ലംഘിക്കുക തന്നെ ചെയ്യും ദേവേട്ട. കാരണം വേദയ്ക്ക് നിങ്ങളെ വേണം. എന്റെ പ്രണയം ഇനി തോറ്റുപോകാൻ ഞാൻ അനുവദിക്കില്ല. വേദിയുടെ ശബ്ദം ശാന്തമാണ്. അവളുടെ കണ്ണിലെ ആ വാശിക്ക്, തീക്ഷ്ണതയ്ക്ക് മുന്നിൽ തനിക്ക് മറുപടി പറഞ്ഞേ മതിയാകൂ എന്നവന് മനസ്സിലായി. പക്ഷേ തന്നിൽ നിന്ന് ഒരു മറുപടി പോലും അവൾക്ക് കിട്ടില്ലെന്ന് അവൻ സ്വയം വാശി പിടിച്ചു. അർജുൻ അവളിൽ നിന്നും നോട്ടം മാറ്റി അവിടെ നിന്നും പുറത്തേക്ക് നടന്നു. പക്ഷേ ഡോർ തുറക്കും മുന്നേ അവൾ അവന് തടസ്സമായി നിന്നു. മാറുവേദ, അവൻ പല്ലുകടിച്ച് നേരെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇനിയും എത്ര നാൾ എന്നിൽ നിന്നും ഇങ്ങനെ ഒളിച്ചു വെക്കും ദേവേട്ട? നിങ്ങളുടെ കണ്ണുകൾ എനിക്കതിനുള്ള ഉത്തരം നൽകി കഴിഞ്ഞു. ഇനിയും എന്തിന്? വേദ അവനോട് ചോദിച്ചു. അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. അർജുൻ അവളെ നോക്കാതെ അവളെ പിടിച്ച് ബലമായി തന്നെ മാറ്റിക്കൊണ്ട് ഡോർ തുറന്നു പുറത്തേക്ക് പോയി. വേദ അങ്ങനെ തന്നെ നിന്നു. ആ നിലത്തേക്ക് പിണഞ്ഞിരുന്നു. അവൾക്ക് സ്വയം അവളോട് തന്നെയായിരുന്നു ദേഷ്യവും വെറുപ്പും തോന്നിയത്. അർജുന്റെ കാർ അവിടെ നിന്നും പോകുന്നതറിയെ അവൾ ചുവരിൽ ചാരിമുട്ടിൽ മുഖം പൂഴ്ത്തിയിരുന്നു, കണ്ണുകളെ പെയ്യാൻ അനുവദിച്ചുകൊണ്ട്. ദേ ഹരിയേട്ടാ, മതി. കുറെ നേരമായി ഞാൻ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. എനിക്ക് ബോറാവുന്നു. മിഴിമുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. കഴിഞ്ഞു. ഹരി പൂർത്തിയാക്കിയ അവളുടെ ചിത്രത്തിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു. മിഴി വേഗം എഴുന്നേറ്റ് വന്ന് അതിൽ നോക്കി. അതിശയം കൊണ്ട് അവളുടെ കണ്ണുകൾ വിടർന്നു. ഇത് ഞാൻ തന്നെയാണോ ഹരിയേട്ടാ? ഇത്രയും ഭംഗിയുണ്ടോ എനിക്ക്? മിഴി പല വർണ്ണങ്ങൾ കൊണ്ട് വരച്ച് അവളുടെ ചിത്രത്തിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് ചോദിച്ചു. ഏയ്, നീയല്ല. ഞാൻ പ്രണയിക്കുന്ന എന്റെ പെണ്ണാണ്. ഹരി അവളെ ചുണ്ടുപിടിപ്പിക്കാനായി പറഞ്ഞു. മിഴി അവനെ കൂർപ്പിച്ചു നോക്കി. എന്തിനാടി കണ്ണു കൂർപ്പിക്കുന്നേ? കുറച്ച് കൂടുന്നുണ്ട് നിനക്ക്. ഹരി അവളെ പിടിച്ച് അവനെ നേരെ നിലത്തിരുത്തിക്കൊണ്ട് ചോദിച്ചു. മിഴി അപ്പോഴും അവനെ അങ്ങനെ തന്നെ നോക്കി. ഞാൻ നോക്കും. എന്തിനാ ഇപ്പോഴും എന്നെ ദേഷ്യം പിടിപ്പിക്കുന്നേ? ഇല്ല, ചുമ്മാ വഴക്കാണ്. എന്നാ എന്നെ വിടത്തൂല്ല. മിഴി അവനോട് പരിഭവത്തോടെ പറഞ്ഞു. ഞാൻ ദേഷ്യം പിടിപ്പിക്കും, വഴക്കും പറയും, പക്ഷെ വിടില്ല. കാര്യം എന്താണെന്നറിയോ മിഴിപ്പെണ്ണിന്? അവൻ അവളുടെ രണ്ട് സൈഡിലും മെടഞ്ഞിട്ടിരിക്കുന്നു നീളം മുടിയിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. മിഴി എന്തെന്ന പോലെ അവനെ നോക്കി. അതുണ്ടല്ലോ, ഈ ദേഷ്യം വന്നിരിക്കുന്നു പിണങ്ങിയ നിന്നെ ഇങ്ങനെ ഇറുക്കിപ്പിടിച്ച് സ്നേഹിക്കാൻ തോന്നുന്നു എനിക്ക്. ഈ ചുവന്ന കവിളിലൊന്ന് കടിക്കാൻ, ഈ വിറയ്ക്കുന്ന ചുണ്ടിലൊന്ന് ചുണ്ട് ചേർക്കാൻ, എന്നിൽ നിന്നും കുതറുന്ന നിന്നെ അടക്കി പിടിക്കാൻ ഒക്കെ കൂടുതൽ തോന്നുന്നത് നീ ഇങ്ങനെ ദേഷ്യം പിടിക്കുമ്പോഴാണ്. ഹരി അവളുടെ നെറ്റിയിൽ നെറ്റിമുറ്റിച്ചുകൊണ്ട് പറഞ്ഞു. മിഴി പിടച്ചിലോടെ അവനെ നോക്കി. മിഴി. ഹരി ആദ്രമായി അവനെ വിളിച്ചു. മിഴി ഒന്ന് മൂളി. സ്നേഹിക്കട്ടെ. അവനിൽ പ്രണയത്തോടൊപ്പം കുറുമ്പും ചേർന്നു. അത് കേൾക്കി അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവൾ നാണത്തോടെ അവന്റെ നെഞ്ചിൽ മുഖം വെച്ച് അവനെ ചുറ്റിപ്പിടിച്ച്. ഹരി ചിരിച്ചുകൊണ്ട് അവളുടെ മുഖം പിടിച്ചുയർത്തി ആ വിറയ്ക്കുന്ന കുഞ്ഞിച്ചു വന്ന ചുണ്ടമർത്തി. മിഴി വിറച്ചുകൊണ്ട് അവനിൽ പിടിമുറക്കി കണ്ണുകളടച്ചു. ഹരി അവളെ നോക്കിക്കൊണ്ട് തന്നെ പതിയെ അവളുടെ ചുണ്ടുകളെ സ്നേഹിച്ചു. വേദ മാഡം ഇന്ന് ലീവാണോ? ഓഫീസ് ടൈം കഴിഞ്ഞിട്ടും അവളെ കാണാതെ സ്റ്റാഫ് പരസ്പരം സംസാരിച്ചു തുടങ്ങി. അർജുൻ സാറും ഇല്ല. ഈ ഫയൽ ചെക്ക് ചെയ്ത് ഇന്ന് അയക്കാനുള്ളത്. അവരിൽ ആരെങ്കിലും ഒരാളില്ലെങ്കിൽ പണിയാവും. വിജയ് പറഞ്ഞുകൊണ്ട് അവന്റെ കയ്യിലിരിക്കുന്ന ഫയൽ അവന്റെ അടുത്തിരിക്കുന്ന നീയെ കാണിച്ചു. കാവ്യയോട് ചോദിക്കാം. രാവിലെ വല്ലതും വേദ മാഡം ഇൻഫോം ചെയ്തോ എന്നറിയാലോ. നീയ പറഞ്ഞത്. വിജയും നീയും കൂടെ റിസപ്ഷൻ ഏരിയയിലേക്ക് പോയി. വേദ മാഡം വിളിച്ചിരുന്നോ കാവ്യ? നീ അവിടെ ഇരിക്കുന്ന കാവ്യയോട് ചോദിച്ചുകൊണ്ട് അപ്പുറത്തെ സീറ്റിലിരിക്കുന്ന ഗായത്രിയെ ഒന്ന് പാളി നോക്കി. ഇല്ല നീയ, മാഡം വിളിച്ചില്ല. ഞാനും ഇപ്പോ അങ്ങോട്ട് വന്ന് ചോദിക്കാനിരുന്നതാ. സാറും വന്നില്ലല്ലോ. എന്തു പറ്റി?
കാവ്യ അങ്ങോട്ട് ചോദിച്ചതും എല്ലാവരും പരസ്പരം നോക്കി. ഞാൻ വേദയെ വിളിക്കാം, നീയ പറഞ്ഞുകൊണ്ട് അവളുടെ സീറ്റിലേക്ക് നടന്നു. ഫോണെടുത്ത് വേദയെ വിളിച്ചു. നീയൊന്നും വിളിച്ചിട്ടും കാത്തിരുന്നിട്ട് യാതൊരു കാര്യവുമില്ല. ഇപ്പൊ അവള് നരകം കാണുന്നുണ്ടാവും. അവരുടെ എല്ലാം ചെയ്തികൾ ശ്രദ്ധിച്ചുകൊണ്ട് ഗായത്രി മനസ്സിൽ പറഞ്ഞു. വൈകിട്ട് ഞാൻ പോയി ഒന്ന് കാണുന്നുണ്ട് അവളെ. ഗായത്രി വേദയോടുള്ള ദേഷ്യം കൈമുഷ്ടി ചുരുട്ടി നിയന്ത്രിച്ചു. വേദ എടുക്കുന്നില്ല. സാറിനെ വിളിച്ചാലോ? നീ അവരോട് വന്ന് പറഞ്ഞു. പക്ഷെ അർജുനെ വിളിക്കുക എന്ന് ആലോചിക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഭയമാണ്. കാവ്യ, താനൊന്ന് വിളിക്ക്, നീയും വിജയും അവളോട് പറഞ്ഞു. ഞാനോ? എനിക്ക് പേടിയാ, കാവ്യ പറഞ്ഞു. തനിക്കാവുമ്പോ കുഴപ്പമില്ലല്ലോ, വിളിക്കി, വിജയ് ഒന്നുകൂടെ പറഞ്ഞത്. കാവ്യ മടിച്ചു മടിച്ചു ഫോണെടുത്തു. സാർ വരുന്നു, പുറത്തു വാതിലിൽ നിന്ന് സെക്യൂരിറ്റി വിളിച്ചു പറഞ്ഞത്. നിമിഷ നേരം കൊണ്ട് എല്ലാവരും അവരവരുടെ സീറ്റിലെത്തി. അർജുൻ കാറിൽ നിന്നിറങ്ങി കാറിന്റെ കീ സെക്യൂരിറ്റി ഏൽപ്പിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. അവൻ പോയ പിന്നാലെ എല്ലാവരും വേദയെ നോക്കി. പക്ഷെ അവളെ കാണാതെ വന്നത്. ഇന്ന് നേരിട്ട് അർജുന്റെ മുന്നിൽ പോകേണ്ടി വരുമെന്നോർത്ത് വിഷമിച്ചു. എനിക്ക് നാളെ ലീവ് വേണം കാവ്യ, ഗായത്രി അവളുടെ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് അഹങ്കാരത്തോടെ പറഞ്ഞു. നാളെയോ? നാളെ നടക്കില്ല ഗായത്രി. ഓഫീസ് റൂൾ അനുസരിച്ച് ലീവ് വേണമെന്നുണ്ടെങ്കിൽ 2 ദിവസം മുന്നേ ലീഫോ സാറിനോ വേദ മാഡത്തിനോ കൊടുക്കണം. പിന്നെ അവര് നോക്കി അപ്രൂവലായി തിരികെ മെയിൽ കിട്ടിയാലേ ലീവ് എടുക്കാൻ കഴിയും. അങ്ങനെയാവുമ്പോൾ സാലറി കട്ടാവില്ല. അല്ലാതെ പെട്ടെന്നൊരു ലീവ് വേണമെന്നുണ്ടെങ്കിൽ നേരിട്ട് സാറിനോട് സംസാരിക്കേണ്ടി വരും. സാലറിയും കട്ട് ചെയ്യും, കാവ്യ അവളോട് പറഞ്ഞതും ഗായത്രിക്ക് ദേഷ്യം വന്നു. ഹോ, എന്താ ഇവിടെ മാത്രം ഇങ്ങനെ? എന്ത് ചെയ്താലും എങ്ങോട്ട് തിരിഞ്ഞാലും റൂൾസ്, ഡാമിറ്റ്, ഗായത്രി പറഞ്ഞുകൊണ്ട് ടേബിളിൽ കൈ ചുരുട്ടി ഇടിച്ചു. ഞാൻ നേരിട്ട് സംസാരിക്കാം, ലീവ് വേണം എനിക്ക്. അവളെ നോക്കി നിൽക്കുന്ന കാവ്യയെ നോക്കി അതും പറഞ്ഞ് ഗായത്രി അർജുന്റെ ക്യാബിനിലേക്ക് പോയി. ഇന്നലെ കിട്ടിയതിന്റെ ബാക്കി ഇപ്പൊ കിട്ടും. അവൾ പോകുന്നതും നോക്കി പറഞ്ഞുകൊണ്ട് കാവ്യ അവളുടെ ജോലിയിലേക്ക് തിരിഞ്ഞു. ക്യാബിനിൽ വന്ന അർജുൻ വേദ പറഞ്ഞ ഓരോന്നും ഓർത്ത് ദേഷ്യത്തിൽ തന്നെയായിരുന്നു. അവൻ ഇട്ടിരുന്ന കോട്ടൂരി എതിർ സോഫയിലേക്ക് വലിച്ചെറിഞ്ഞു. അപ്പോഴാണ് ക്യാബിനിൽ തട്ട് കേട്ടത്. അവൻ ദേഷ്യം നിയന്ത്രിച്ചുകൊണ്ട് വരാൻ പറഞ്ഞുകൊണ്ട് ചെയറിൽ ചെന്നിരുന്നു. ഗായത്രി അകത്തേക്ക് കയറി. അവളെയും കൂടി കണ്ടതും അർജുന്റെ സകല നിയന്ത്രണവും നഷ്ടമായി. എന്നിട്ടും അവൻ പിടിച്ചിരുന്നു. എന്താണ്? അവൻ ചോദിച്ചു. അത് എനിക്ക് നാളെ ലീവ് വേണം, അവനെ നോക്കി നിന്ന ഗായത്രി പെട്ടെന്നുള്ള ചോദ്യത്തിൽ പതറിയെങ്കിലും പറഞ്ഞു. എന്തിന്? അർജുൻ ചോദിച്ചുകൊണ്ട് അവളെ ഉറ്റുനോക്കി. അവൻ അറിയണമായിരുന്നു രാവിലെ നടന്നതിൽ ഇവൾക്ക് പങ്കുള്ള കാര്യം. എമർജൻസി, ഗായത്രി ഒന്ന് പരിങ്ങിക്കൊണ്ട് പറഞ്ഞു. വാലിഡ് ആയിട്ടുള്ള റീസൺ പറയൂ ഗായത്രി. അത് എമർജൻസി ആണെങ്കിൽ മാത്രം നാളെ ലീവ് കിട്ടും. ഇല്ലെങ്കിൽ ഇന്ന് ലീവ് ഫോം തന്ന് 2 ദിവസം കഴിഞ്ഞ് ലീവ് എടുക്കാം. ഇത് കമ്പനി റൂൾസ് ആണെന്ന് അറിയില്ലേ ഗായത്രിക്ക്? അർജുൻ ചോദിച്ചുകൊണ്ട് ലാപ്പ് ഓൺ ചെയ്തു. അവളെ നോക്കിയിരിക്കെ ദേഷ്യം കൂടുന്നത് അവൻ അറിഞ്ഞു. അറിയാം, പക്ഷേ നാളെ ലീവ് വേണം. അതാണ് സർ, ലീവ് കിട്ടിയേ പറ്റൂ എന്ന പോലെ അവൾ താഴ്മയോട് സംസാരിച്ചു. ഓക്കെ, എന്താണ് റീസൺ? അവൻ ലാപ്പിൽ നിന്ന് മുഖം ഉയർത്തിക്കൊണ്ട് അവളോട് ചോദിച്ചു. ഗായത്രി ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു നിന്നു. ഹോസ്പിറ്റലിൽ പോകണം, ഗായത്രി പെട്ടെന്ന് പറഞ്ഞു. അർജുൻ അവളെ കണ്ണു ചുരുക്കി നോക്കി. എന്റെ സ്കിന്നിൽ ഒരു അലർജി പോലെ, ഇന്ന് രാവിലെ ഉണ്ടായതാണ്, അതൊന്ന് കാണിക്കാൻ. അവന്റെ നോട്ടം കണ്ട് അവൾ പറഞ്ഞു. ഓക്കെ, ബട്ട് നാളത്തെ സാലറി കട്ട് ചെയ്യും, അവനൊന്ന് ആലോചിച്ചുകൊണ്ട് പറഞ്ഞു. ഓക്കെ സർ, താങ്ക് യു, ഗായത്രി അവനോട് പറഞ്ഞുകൊണ്ട് അവനെ നോക്കി. അവൻ തലയാട്ടിയതും അവൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അവൾ പോയി കഴിഞ്ഞ് അർജുൻ CCTV നോക്കി. ഗായത്രി സീറ്റിൽ ചെന്നിരുന്നു ഫോൺ എടുത്ത് ആർക്കോ മെസ്സേജ് ചെയ്യുന്നത് അവൻ കണ്ടു. അർജുൻ അതൊന്നും നോക്കിക്കൊണ്ട് ഫോൺ എടുത്ത് വേദയ്ക്ക് അടുത്ത് നിർത്തി ഗാർഡ്സിനെ വിളിച്ചു. അവളെ സേഫായി വീട്ടിലെത്തിച്ചേക്ക്, അവൻ പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ച് ലാപ്പിൽ മുഖം പൂഴ്ത്തി. വേദ ഒന്ന് ഓക്കെ ആയി മുഖം കഴുകി താഴേക്ക് വന്നു. സോഫയിൽ നിന്ന് ബാഗും ഫയൽസും എടുത്ത് അവൾ പുറത്തേക്ക് ഇറങ്ങിയതും ഗാർഡ്സ് വന്നു. മാഡം, വീട്ടിലേക്ക് കൊണ്ടുവിടാൻ സാറ് പറഞ്ഞു, അവൾ അവരെ നോക്കിയതും ഒരാൾ പറഞ്ഞു. ഇറ്റ്സ് ഓക്കെ, ഞാൻ ഓഫീസിൽ പോകുന്നുണ്ട്, സാറിനോട് ഞാൻ പറഞ്ഞോളാം, വേദ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. അവിടെ മുറ്റത്ത് അവളുടെ 2 വീലർ ഉണ്ടായിരുന്നു. മാഡം പ്ലീസ്, ഓഫീസിലേക്ക് മാഡത്തെ വിടണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അയാൾ വീണ്ടും വന്നു പറഞ്ഞത്. വേദ കണ്ണു മുറുക്കി അടച്ചു. അപ്പൊ തന്നെ അവളുടെ ഫോണിൽ മെസ്സേജ് വന്നു. ഡു വാട്ട് ഐ സേ. അവന്റെ മെസ്സേജ് കണ്ട് അവൾ കാറിൽ ചെന്ന് കയറി.
വേദ അവരുടെ വീട്ടിലേക്ക് എത്തിച്ച് തിരിച്ച് അർജുനെ അറിയിച്ചു കഴിഞ്ഞാണ് അവർ പോയത്. ചേച്ചി ചേച്ചി എന്താ നേരത്തെ? അകത്തേക്ക് വന്ന വേദയെ കണ്ട് മിഴി ഓടി വന്ന് ചോദിച്ചു. ഒന്നുമില്ല, ഒരു തലവേദന, അപ്പൊ പിന്നെ ഇങ്ങ് പോന്നു. വേദ അവളോട് പുഞ്ചിരിയോട് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ ആഹാരം കഴിക്കണമെന്ന്, ഒന്നും കൃത്യമായിട്ട് കഴിക്കാത്തോണ്ടാ. ചേച്ചി ഫ്രഷായി വാ, ഞാൻ കഴിക്കാൻ എടുത്തു വെക്കാം. മിഴി അവളെ സ്നേഹത്തോട് ശാസിച്ചു. ഇപ്പൊ ഒന്നും വേണ്ട, ഞാൻ ഒന്ന് കിടക്കട്ടെ, കഴിച്ചോളാം പിന്നീട്. വേദ അവളുടെ കവളിലൊന്ന് തട്ടിപ്പറഞ്ഞുകൊണ്ട് അകത്തെ അവളുടെ മുറിയിലേക്ക് പോയി. മിഴി അവൾ പോകുന്നത് നോക്കി നിന്നു. തുടരും.